Hi guys, welcome back to my YouTube channel. So guys, ഒന്ന് പുറത്തു പോയാലോ? വേണമെങ്കിൽ നമുക്കിതിന് ഒരു സെൽഫ് ഡേറ്റ് എന്നൊക്കെ പറയാം. ലൈക്ക് അബ്രോഡ് താമസിക്കുന്ന ഒട്ടുമിക്ക പിള്ളേരുടെയും ഒട്ടുമിക്ക ദിവസങ്ങളും ഒരു സെൽഫ് ഡേറ്റ് തന്നെ ആയിരിക്കും. ബിക്കോസ് ഇറ്റ്സ് ലൈക്ക് ദാറ്റ്. നമ്മളെ എക്സ്പാൻഡ് ചെയ്യാൻ നമ്മളെ നമ്മളെ റിലാക്സ് ആക്കാൻ നമ്മൾ തന്നെയല്ലേ ഉള്ളൂ. അങ്ങനെ പക്ഷെങ്കിൽ ഇത് ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ഒരു റിലാക്സിങ് ഡേ ഒന്നും പറയാൻ പറ്റില്ല. കാരണം പുറത്ത് ഭയങ്കര തണുപ്പാണ്. ലൈക്ക് സ്നോ ഒക്കെ ഒരുവിധം പോയി. പക്ഷെങ്കിൽ സ്റ്റിൽ ഭയങ്കര തണുപ്പാണ് പുറത്ത്. അപ്പം മര്യാദയ്ക്കൊന്നും എവിടെയെങ്കിലും ഇരിക്കാമെന്ന് വിചാരിച്ചാൽ തന്നെ പറ്റില്ല. അപ്പം ഞാനിങ്ങനെ തണുപ്പായതുകൊണ്ടാണ് ഞാൻ അധികം പുറത്തോട്ട് ഇറങ്ങാറില്ല. 24 മണിക്കൂറൊന്നല്ല. ഇപ്പോൾ പ്രാക്ടിക്കലാണ്, അതെനിക്കിവിടെ അടുത്താണ്. സോ പ്രാക്ടിക്കലിനായിരുന്നു വീട്ടിലിരുന്നു. ഇതൊക്കെയാണ് എൻ്റെ കുറച്ചായിട്ടുള്ള റൊട്ടീൻ. സോ ഞാൻ ഓർത്തൊന്ന് പുറത്ത് പോയി ഒന്ന് ഫുഡൊക്കെ കഴിച്ചെന്ന് എന്തെങ്കിലും കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ടെങ്കിൽ വാങ്ങിച്ചിട്ട് തരാമെന്ന്. അപ്പോൾ ലെറ്റ്സ് ഗെറ്റ് റെഡി വിത്ത് മീ. സോ ഓൾവേസ് ഫസ്റ്റ് സ്റ്റെപ്പ് ഫേസ് വാഷിങ്. ഞാൻ പോയിട്ട് ഫേസ് വാഷ് ചെയ്തിട്ട് ദിട്ടീന്ന് വരാം ഗൈസ്. സോ ഗൈസ്, ഞാൻ ലെറ്റ്സ് ഗെറ്റ് റെഡി എന്നല്ലേ പറഞ്ഞത്. അപ്പോൾ ഞാൻ എങ്ങനെയാണ് ലെറ്റ്സ് ഗെറ്റ് റെഡി ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഗൈസ് ആക്ച്വലി എനിക്കൊരു ഫിഷിന് വാങ്ങിക്കാൻ പ്ലാൻ ഉണ്ടായിരുന്നു. പക്ഷേ എന്തായാലും നടക്കും തോന്നില്ല. ബിക്കോസ് ചോദിച്ചാൽ നമുക്ക് നോക്കാം സ്ട്രേറ്റ്. ലൈക്ക് ഫസ്റ്റ് വൈറ്റമിൻ സി ഞാൻ എപ്പോഴും യൂസ് ചെയ്യാറില്ല, ഇതുപോലെ ഓർമ്മ വരുമ്പോൾ യൂസ് ചെയ്യും. പിന്നെ ഐ തിങ്ക് കഴിഞ്ഞു. യെസ്, നമ്മളൊരു പുതിയ വൈറ്റമിൻ സി സിറം വാങ്ങിക്കണം ഗൈസ്. യെസ് ഗൈസ്, ലോ ഐ ലവ് സ്കിൻ കെയർ. പക്ഷേ ഞാൻ പ്രോപ്പർലി ചെയ്യാറില്ല, മടി. കാരണം പ്രോപ്പർലി ചെയ്യുകയാണെങ്കിൽ എൻ്റെ സ്കിന്നിൽ പോയിട്ട് തിളങ്ങിയേ. ഇത് ഞാൻ വല്ലപ്പോഴും യൂസ് ചെയ്യാറുള്ളൂ. എങ്കിലും സൺസ്ക്രീൻ ഞാൻ ഡെയിലി യൂസ് ചെയ്യും ഗൈസ്. ഐ യൂസ് സൺസ്ക്രീൻ ആസ് മൈ മോയ്സ്ചറൈസർ. അത് പറഞ്ഞ കുറച്ച് മോയ്സ്ചറൈസർ എവിടെ? വെർ ഇസ് മൈ മോയ്സ്ചറൈസർ? കറന്റ് എനിക്ക് ഫേസിൽ സെപ്പറേറ്റ് മോയ്സ്ചറൈസർ ഒന്നുമില്ല. സോ ഞാൻ നമ്മുടെ മിക്സിയുടെ തന്നെ മോയ്സ്ചറൈസറാണ്. ഫേസിൽ യൂസ് ചെയ്യാം, ഫുൾ ബോഡിയാണ് ഫേസിൽ യൂസ് ചെയ്യാം. സോ ഞാൻ അതാണ് യൂസ് ചെയ്യാറ് ഗൈസ്. ഞാൻ മോയ്സ്ചറൈസർ ഇട്ടില്ലെങ്കിൽ ഞാൻ സൺസ്ക്രീൻ ഇടും ഗൈസ്. കാരണം സൺസ്ക്രീൻ ഇട്ടാൽ മോയ്സ്ചർ ആവുന്ന എനിക്ക് ഫീൽ ചെയ്യുന്നത് തന്നെ മോയ്സ്ചറൈസർ ഫേസ് ഇട്ടില്ലെങ്കിൽ ഞാൻ സൺസ്ക്രീൻ ഫേസ് ഇടും ഗൈസ്. ഞാൻ ആക്ച്വലി ഇവിടെ നമുക്ക് സൺസ്ക്രീൻ ആണ് ഗൈസ്. ഇപ്പോൾ ഞാൻ യൂസ് ചെയ്യാറ്. നല്ല സമ്മർ വരുവാണെങ്കിൽ ഞാൻ നാട്ടിൽ നിന്നുള്ള സൺസ്ക്രീൻ ആണ് യൂസ് ചെയ്യാറ്. ഇപ്പം ലൈക്ക് വിന്റർ ആണല്ലോ, അപ്പം അത്ര വലിയൊരു പ്രശ്നം ഉണ്ടാവില്ല. അപ്പോൾ SPF മാത്രം മതി. ഇതും 30 ഉള്ളൂ. സോ സൺസ്ക്രീൻ യൂസ് ചെയ്യുന്നതിന് മെത്തേഡൊക്കെ ഉണ്ട് കേട്ടോ ഇതിനൊക്കെ. നമ്മൾ നല്ല പുട്ടിടുന്നോ ഇതൊന്നും അടിച്ചു കൊടുക്കണം ഗൈസ്. പക്ഷേ ഞാൻ ഉദ്ദേശിച്ചത് ഇത്രയല്ല കേട്ടോ. ഇതെന്താണെന്ന് എനിക്ക് അറിയാൻ പാടില്ല. സോ ഓക്കെ, നമ്മൾ ഇച്ചിരി കഴുത്തിനൊക്കെ തേച്ച് കൊടുക്കുമ്പോഴത്തേന് ഇത് ഓക്കെ ആകുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇല്ല ഗൈസ്, കാണൂ, ഇതിനെ നമ്മൾ ഒബ്സർവ് ആവുന്നില്ല. നിങ്ങൾ നന്നായിട്ട് ഒബ്സർവ് ആവുന്നില്ല നമ്മുടെ ഫേസിൽ ഇങ്ങനെ നല്ല. പിന്നെ കഴുത്തിൽ ഇട്ട് കൊടുക്കണം കേട്ടോ. ഞാൻ ഇട്ട് കൊടുക്കാറില്ല, അല്ലെങ്കിൽ നമ്മുടെ കഴുത്തിന് മാത്രം ടാൻ. ഇപ്പം സത്യം പറഞ്ഞാൽ ടാൻ അടിക്കാൻ കാര്യമായിട്ടൊന്നും ഇല്ല. പക്ഷെ എന്നാലും ഞാൻ ഇടും ഗൈസ്. അപ്പോൾ ഗൈസ് നല്ല ആയിട്ടുണ്ട്. ആൻഡ് ഓൾസോ ഐ വോണ്ട് ടു ബൈ എ നെയിൽ പോളിഷ് റിമൂവർ. അതും എനിക്കില്ല, എഴുതി വെക്കാൻ ഗൈസ്. ഞാൻ മറന്നു പോകും. സൺസ്ക്രീൻ ഇടുന്നൊക്കെ ഓക്കെ, പക്ഷേ വിന്ററാണ് വൈറ്റമിൻ ഡി നമുക്ക് മസ്റ്റാണ്. സോ ടാബ്ലറ്റ് ഒക്കെ എല്ലാവരും കഴിക്കണം. ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്, പക്ഷേ കഴിക്കാറില്ല. നമ്മൾ സൺസ്ക്രീൻ ഇട്ട് കഴിഞ്ഞു. നമ്മൾ സ്റ്റെപ്പ് കഴിഞ്ഞില്ലേ. ലൈക്ക് വേണമെങ്കിൽ നമുക്ക് ക്രീം ലൈൻ ചെയ്ത് കൊടുക്കാം ഗൈസ്. ഇത് ഞാൻ നാട്ടിൽ നിന്ന് വാങ്ങിച്ചാണ് ഗൈസ്. സോ ഇത് ഞാൻ കാണിച്ചു തരാം. ഇതിന് ഇഷ്ടമാണ് കൊണ്ട് പോയി ലൈൻ ചെയ്യുന്നത്. മാറ്റം ഉണ്ടോ ചോദിച്ചാൽ എനിക്കറിയില്ല. കാണിച്ചു തരാം ഗൈസ്. ഇതാണ് ഇപ്പോഴത്തെ പ്രിയം. സോ ഗൈസ്, ഇതാണ് എൻ്റെ കറന്റ് പ്രിയം. കറന്റ് പ്രിയോ ഇപ്പം എൻ്റെ ഇങ്ങനെയാണ് ഗൈസ്. നമുക്ക് ആഫ്റ്റർ ദാറ്റ് നോക്കാം. നമ്മൾ ഞാൻ അലർട്ട് ചെയ്ത് കൊള്ളാം. ഓക്കെ, നോക്കൂ ഗൈസ്, നോക്കൂ. തെക്കോന ഗൈസ്, എന്തോ ചെയ്തോളാം. ദിക്കുന അടിപൊളിയല്ലേ ഗൈസ്? അടിപൊളി. ചിലപ്പോൾ നിങ്ങൾക്ക് പറയും ഏതൊക്കെ ഇറങ്ങല്ലേ, ഓരോ കെയർ. അതിപ്പോൾ ഞാൻ ഇങ്ങനത്തെ ഒരു ലുക്കിൽ ഇങ്ങനെ ചിലപ്പോൾ കുറച്ച് പോരായിട്ടുണ്ടോ? കുറച്ച് കൂടിപ്പോയോ നല്ല ഡൗട്ടുണ്ട്. കുഴപ്പമൊന്നുമില്ല. പിന്നെ വേണമെങ്കിൽ എന്തായാലും പുതിയ എഴുതിയല്ലേ, വേണമെങ്കിൽ ഇതിങ്ങനെ ഇതായി പുതിയ വരുന്നില്ല ഗൈസ്. സ്മച്ച് പ്രൂഫ് ആണെന്ന് തോന്നുന്നുണ്ട്. വേണമെങ്കിൽ കുറച്ച് പൗഡർ അതിന് പുറത്ത് ഇട്ട് കൊടുക്കാം നമുക്ക്. ഇതൊക്കെ ഇത് നാട്ടിൽ നിന്നല്ല ഗൈസ്. ഇത് മുത്തോട്ടെ കണ്ടെത്തുന്നതാ സൗദിയിൽ നിന്ന്. സോ നമ്മൾ കുഞ്ഞു പിള്ളേർക്ക് ഇട്ട് കൊടുക്കില്ല, അങ്ങനെ നമ്മൾ വലിയ രീതിയിൽ ഇട്ട് കൊടുക്കരുത്. വൈറ്റ് കാസ്റ്റ് ആയിരിക്കും. ജസ്റ്റ് ഒരു പേര് നമ്മൾ ഇട്ട് ബാക്കി എന്നൊക്കെ നമുക്ക് മുഖത്തോട്ടൊക്കെ ഇട്ട് കൊടുക്കാം ഗൈസ്. സോ നെക്സ്റ്റ് സ്റ്റെപ്പ് ലിപ് ബാം. ഇത് ഇവിടെ നിന്ന് വാങ്ങിച്ചല്ല. എൻ്റെ ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു ജർമ്മൻ പെൺകുട്ടി എനിക്ക് തന്നതാണ് ഗൈസ്. ഇറ്റ്സ് പ്ലമ്മിൻ്റെ ആണ്. ഭയങ്കര ഇഷ്ടമാണ്. സോ ഫ്രൂട്ടി. ലിപ്പ് മോയ്സ്ചറൈസർ ആക്കാം. ഞാൻ ഓൾറെഡി ലിപ് ബാം അല്ല യൂസ് ചെയ്യാറ്. ഞാൻ വാസ്ലിനാണ് ലിപ്പിൽ യൂസ് ചെയ്യാറ്. ഇനി കമ്പൽസറി എനിക്ക് ഒഴിച്ചു കൂടാൻ പറ്റാത്ത സാധനമാണ് ഗൈസ് ലിപ്സ്റ്റിക് ഇല്ലായിരുന്നെങ്കിൽ ലിപ്സ്റ്റിക് ഇടുമ്പോൾ കിട്ടുന്ന ഒരു ഭംഗി. ഞാൻ സത്യം പറയട്ടെ, ഒരു കാര്യം പറയട്ടെ, ഇന്നലെ ലിപ് ലൈനറൊക്കെ വെച്ച് എഴുതാണെങ്കിൽ അച്ഛണ്ട് ഈ അടിപൊളിയായിരിക്കും. ഐ നോ, പക്ഷേ ഞാൻ ചെയ്യാറില്ല. ബിക്കോസ് എന്താണ്, അതെന്തൊരു അസുഖമാണ്. സോ ഐ തിങ്ക് വി ആർ ഓൾമോസ്റ്റ് ഡൺ. ഓ മൈ ഗോഡ്, ബ്ലഷ് സംഭവം 4 പീസ് ആയിട്ടുണ്ട്. ഇതിൻ്റെ ഇവിടെ എവിടെയോ പൊട്ടിപ്പോയി.
ശരിക്കും പറഞ്ഞാൽ നമുക്കിപ്പം ഈ 2 സാധനങ്ങൾ മാത്രം മതി. എന്നാലും പോയി ഗൈസ്. നല്ലൊരു ബ്ലഷ് ആയിരുന്നു. മോഹഭംഗമായി നന്ദിയുണ്ട്, നന്ദി. ഒന്നും പറയാനില്ല, ഒന്നും പറയാനില്ല. പക്ഷേ ഇങ്ങനെയായിരുന്നു. പക്ഷേ എന്തൊക്കെ സംഭവിച്ചു. ആദ്യമൊക്കെ നല്ലതായിരുന്നു, പിന്നെ എന്തൊക്കെ സംഭവിച്ചു. ആക്ച്വലി ഇങ്ങനെയാണത്. ഓക്കെ, പൊട്ടിപ്പോയി. ബ്ലഷായിട്ട് നല്ല ബ്ലഷ് എടുത്ത് നമ്മൾ. ഓക്കെ ഗൈസ്, അങ്ങനെ നമ്മളെ മേക്കപ്പ് കഴിഞ്ഞു ഗൈസ്. ഇനി നമ്മൾ പോയിട്ട് ഡ്രസ്സ് എടുത്ത് വരാം. ബൈ. ഹായ്, മറന്നുപോയി ഞാൻ. ആക്ച്വലി ഞാനത് ഡ്രസ്സ് ഇട്ട് മുടിയും കെട്ടി വന്നു. സ്കാർഫ് സെറ്റ് ചെയ്യണം ഗൈസ്. നന്നായിട്ട് സ്കാർഫൊക്കെ ഇടണം ഗൈസ്. ഇതിൻ്റെ പുറത്ത് ജാക്കറ്റ് എടുത്തിട്ട് വേണം നമ്മൾ പോകാൻ. ഹാൻഡ് ഷൂ, ഗ്ലൗസ്, പിന്നെ എന്താ വരക്കണ്ട, വേറെ വേണ്ട. ക്യാപ്പ് ഉണ്ട് തൊപ്പിക്ക്, കോട്ടിന്, ജാക്കറ്റിന്. ഗൈസ്, സ്കാർഫൊക്കെ സത്യം പറഞ്ഞാൽ അടിപൊളിയായിട്ട് കുറേ രീതിയിൽ ഇടാൻ പറ്റും കേട്ടോ. പക്ഷേ എനിക്ക് ഇപ്പോൾ കഴിയില്ല. സോ നമ്മൾ മൂടി പുതയ്ക്കും. സോ എന്താണ് ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ, ഇനി ജാക്കറ്റ് ഇടണം, ഷൂസ് ഇടണം. ഷൂസിൻ്റെ കാര്യം ഞാൻ മറന്നുപോയി. എന്താ ഞാൻ പിങ്ക് ഡ്രസ്സ് ഇട്ടെ. സോ ഐ തിങ്ക് ദിസ് ഷൂസ് സ്യൂട്ട്സ് ഫോർ മീ ടുഡേ. പിങ്ക് ടോട്ടൽ ഒരു പിങ്ക് മയം ആകാൻ ഓർത്തു. സോ ഷൂസ് ഇടട്ടെ ഗൈസ്. അങ്ങനെ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങി ഗൈസ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ ഒരു ചാവി കണ്ടോ, ഈ ഒരു ചാവിക്ക് 70 യൂറോ കോസ്റ്റ്. അത് മീൻസ് 70 യൂറോ എന്ന് പറയുമ്പോൾ നാട്ടിലത്തെ 7000 രൂപ. ലൈക്ക് ഇത് എൻ്റെ കയ്യിൽ നിന്ന് കളഞ്ഞു പോയി. എവിടെ പോയി എന്ന് എനിക്കറിയാൻ പാടില്ല. എവിടെയോ പോയി. ഞാൻ എന്താ പറഞ്ഞത്, അത് തന്നെ. അപ്പം ഞാൻ പുതിയത് വാങ്ങിച്ചു ഗൈസ്, 70 യൂറോ കൊടുത്തിട്ട്. എൻ്റെ കൊളീഗ്സൊക്കെ പറഞ്ഞ് 200 യൂറോ ഒക്കെ ആകും നോർമലി എന്ന്. പക്ഷേങ്കിൽ എനിക്ക് 70 യൂറോക്ക് അവർ തന്നു ഗൈസ്. ഇതൊക്കെ ഇപ്പം ഐസാണ് ഗൈസ്, ഐസ്, ചെറിയ ചെറിയ ഐസുകൾ. ഗൈസ്, അങ്ങനെ ഞാൻ ഫസ്റ്റ് ഒന്ന് ഫുഡ് കഴിക്കാൻ വന്നിട്ടുണ്ട്. വണ്ടിയിൽ കയറി നോക്കുമ്പോൾ മൊത്തം ആള്, പിന്നെ അതുപോലെ തന്നെ ഇറങ്ങിയിട്ട് നോക്കുമ്പോഴും മൊത്തം ആള്. അപ്പം ഞാൻ പിന്നെ വീഡിയോ ഒന്നും എടുത്തില്ല. പിന്നെ പവിത്രനെയും വീഡിയോ കോൾ വിളിച്ചുകൊണ്ട് ഇങ്ങോട്ടേക്ക് വന്നു. ഡൗട്ടായിരുന്നു, ഡംപ്ലിങ്സ് കഴിക്കാൻ പോകണോ അതോ ഷവർമ കഴിക്കാൻ വരണോ. ഷവർമ കഴിക്കാൻ വന്നു ലാസ്റ്റ്. ബാക്ക്ഗ്രൗണ്ടിൽ മൊത്തം മ്യൂസിക്കാണ് ഗൈസ്. ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തൊട്ട് എനിക്ക് വിശക്കാൻ തുടങ്ങിയതാണ്. ഞാൻ ഓൾറെഡി രാവിലെ കഴിച്ചു. ലൈക്ക് എനിക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ, കഴിക്കുമ്പോൾ കുറച്ചേ കഴിക്കാൻ പറ്റുള്ളൂ. പക്ഷേ 24 മണിക്കൂറും വിശപ്പാണ്. അങ്ങനെ ആർക്കെങ്കിലും അങ്ങനെ ഉണ്ടാവും. ഇത് മൊത്തം കഴിച്ചു തീർക്കണം. അതാണ് ഇപ്പോഴത്തെ എൻ്റെ ഒരു ടാസ്ക്. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് തിരിച്ചിറങ്ങി. പിന്നെ എനിക്കൊന്ന് DM അല്ലെങ്കിൽ റോസ്മാനിൽ കയറണം. അവർക്ക് കുറച്ച് സാധനം കൂടെ വാങ്ങിച്ചിട്ട് പോകണം പ്ലീസ്. പോലീസ് അങ്ങനെ ഞാൻ എൻ്റെ സാധനങ്ങളൊക്കെ വാങ്ങിച്ച് തിരിച്ചു പോകണം ഗൈസ്. ഇവിടെ ഒരു പാൻറ് എടുക്കണമെങ്കിൽ എനിക്ക് ഇച്ചിരി ബുദ്ധിമുട്ടാണ്. കാരണം XS എന്തായാലും പാൻറ് എടുത്താൽ കൊള്ളൂല. സോ S എടുത്താലും എനിക്ക് നീളം ഭയങ്കര കൂടുതലായിരിക്കും. എനിക്കാണെങ്കിൽ കുംഫുവിനൊരു പാൻറ് വേണമായിരുന്നു. ഞാൻ എടുത്തു, S എടുത്തു. ബട്ട് സ്റ്റിൽ അതിച്ചിരി നീളം കൂടുതലാണ് ഗൈസ്. ഇവിടുത്തെ ഏതോ മീഡിയ എന്ന് തോന്നുന്നു ഗൈസ്, ക്യാമറയൊക്കെ ആയിട്ട് വന്നു. ഞാൻ എന്ത് പറയാനാണ് ഈ ജർമ്മൻ ഭാഷയിൽ. മാത്രമല്ല, ഞാൻ എൻ്റെ ക്യാമറയിൽ സംസാരിക്കുന്നവരെ എനിക്ക് ബാക്കി ക്യാമറയിൽ സംസാരിക്കാൻ പറ്റില്ല. ഞാൻ പറഞ്ഞു എനിക്ക് വണ്ടി വരാൻ ടൈമായി. ശരിക്കും വണ്ടി വരാൻ ടൈമായി, അത് വേറെ കാര്യം എന്ന് പറഞ്ഞ് ഞാൻ തിരിച്ച് ഒരൊറ്റ നടത്തം ഗൈസ്.